ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വളരെയധികം അത്യാവശ്യമുള്ളൊരു വീഡിയോ, അതായത് സ്റ്റുഡൻസിന്, ജോബ് സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ, നമ്മുടെ മിലിറ്ററി സർവീസിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടും ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. AFCAT എന്നാണ് അതിന് പറയുന്നത്. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് മിലിറ്ററി സർവീസിലേക്കൊക്കെ പോകാനും എയർഫോഴ്സിലേക്കൊക്കെ പ്രത്യേകിച്ചും താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, സിലബസ് എന്താണ്, എക്സാം ഡേറ്റ് എന്നാണ്. പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ ശരിക്കും പറയാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ട ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ നാഷണാലിറ്റി നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. സിറ്റിസൺ ഓഫ് ഇന്ത്യക്ക് മാത്രമേ, ഇന്ത്യൻ സിറ്റിസന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് ഉള്ള ഏതൊരാൾക്കും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നാഷണാലിറ്റി എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2-3 ടൈപ്പ് ഓഫ് ഏജ് ലിമിറ്റ്സ് പറയുന്നുണ്ട് അതിനകത്ത്. ഫ്ലൈയിങ് ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ, അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കും. അതിന് മുൻപ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ, അതും NCCയുടെ സ്പെഷ്യൽ എൻട്രിക്കും കൂടെ വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ 20 to 24, 20 മുതൽ 24 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ചിന് ത്രൂ AFCAT ആൻഡ് NCC സ്പെഷ്യൽ എൻട്രി അതാണ് പറയുന്നത്. 20 മുതൽ 24 വയസ്സാണ്. എന്ന് വെച്ചാൽ 1st January 2026 വച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആസ് ഓൺ 1st January 2026, 1 ജനുവരി 2026 വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് 20 to 24 ഇയേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 2nd January 2002നും 1st January 2006നും ഇൻക്ലൂസീവ് ആയിട്ടാണ് ഡേറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഈ 2 ഡേറ്റ്സ് ആണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ജനിച്ച ബോൺ ബിറ്റ്വീൻ 2nd January 2002 ആൻഡ് 1st January 2006 വരെയുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എങ്ങനെയുള്ളവർക്കാണ് 2024 ആണ്. ഇതിനൊരു അപ്പർ ഏജ് ലിമിറ്റും പറയുന്നുണ്ട്. അതായത് നമ്മുടെ DGCയുടെ, ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ഉണ്ട്, 26 ഇയേഴ്സ് ആണ്. അതായത് 2 ജാനുവരി 2000, 2nd January 2000 to 1st January 2006 ഇൻ ബിറ്റ്വീൻ ഈ ഡേറ്റ്സിനിടയ്ക്ക് ജനിച്ച ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. 26 ഇയേഴ്സ് ആയിരിക്കും അപ്പോൾ ഏജ് എന്ന് പറയുന്നത്. അതാണ് മാക്സിമം റിലാക്സേഷൻ ഉള്ള ഏജ് ലിമിറ്റായിട്ട് അവർ പറയുന്നത്. ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും ബ്രാഞ്ചിന് പറയുന്നത് 20 to 26 ഇയേഴ്സ് ആണ്. 20 മുതൽ 26 വയസ്സ് വരെയാണ്. അതായത് 1st January 2026, നേരത്തെ പറഞ്ഞ പോലെ 1 ജാനുവരി 2026 വരെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 20 to 26 ഇയേഴ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 2nd January 2000 to 1st January 2006 വരെ ജനിച്ച ഒരാൾക്ക്, ഇൻക്ലൂസീവ് ആയിട്ടാണ് ഡേറ്റ്സ് പറയുന്നത്. 2 ജാനുവരി 2000നും 1st January 2006നും ഇടയ്ക്ക് ജനിച്ച ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും. മാരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ച് എലിജിബിലിറ്റി പറയുന്നുണ്ട്, ക്രൈറ്റീരിയ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ബിലോ 24 ഇയേഴ്സ് ഓഫ് ഏജ് എന്നാണ് പറയുന്നത്. അൺമാരിഡ് ആയിരിക്കണം. 24 ഇയേഴ്സ് ഓഫ് ഏജിന് താഴെയുള്ള ആൾക്കാർ അൺമാരിഡ് ആയിരിക്കണം അറ്റ് ദ ടൈം ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് കോഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. കമൻസ്മെൻറ്റ് ഓഫ് കോഴ്സിൻ്റെ സമയത്ത് അൺമാരിഡ് ആയിരിക്കണം. വിഡോവേഴ്സ്, ഡിവോഴ്സീസ് ഒക്കെ പറയുന്നുണ്ട്. ബിലോ 24 ഇയേഴ്സ് ഓഫ് ഏജ് ആയിട്ടുള്ളവർ എലിജിബിൾ ആയിരിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഓരോ ബ്രാഞ്ചിൻ്റെയും കാര്യം പറഞ്ഞു, ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഇവിടെ നമുക്ക് സബ്ജക്ട്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ വേക്കൻസീസും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകും. അപ്പോൾ വേക്കൻസീസും കൂടെ കണ്ടിട്ട് ഓരോന്നിൻ്റെയും പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എൻട്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ AFCAT എൻട്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഫ്ലൈയിങ് ബ്രാഞ്ച്. അപ്പോൾ ഈ 3 കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞത്. ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കലുണ്ട്, നോൺ ടെക്നിക്കലുണ്ട്. കോഴ്സ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. NCCയുടെ സ്പെഷ്യൽ എൻട്രിക്ക് ഒരു ഫ്ലൈയിങ് എന്നുള്ള ബ്രാഞ്ചിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓരോന്നിൻ്റെയും കോഴ്സ് നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എത്ര വേക്കൻസീസ് ഉണ്ട് എന്നും ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്. AFCATയുടെ എൻട്രിയിൽ ഫ്ലൈയിങ്ങിനാണെങ്കിൽ മെന്ന് 21, വിമന് 9 വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ ഇത് ഓരോന്നിനും വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിനാണെങ്കിൽ 95, 53 എന്നുണ്ട്. 27, 14 എന്ന് വിമൻ കാറ്റഗറിയിലും ഉണ്ട്. അപ്പം ഇത് ഓരോന്നും കണ്ട് മനസ്സിലാക്കുക.
ഇത് എത്ര വേക്കൻസീസ് ഉണ്ട് എന്നറിയുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതിലൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക. ആൻഡ് ഇതിലെ ഫ്ലൈയിങ്ങിൻ്റെ നമ്മൾ ആദ്യമേ പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും എങ്ങനെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിന് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് മാൻഡേറ്ററി പാസ്ഡ് വിത്ത് എ മിനിമം ഓഫ് 50% മാർക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50% മാർക്കോട് കൂടി മാത്സിനും ഫിസിക്സിനും പ്ലസ് 10+2 ലെവൽ, അതായത് +2 ലെവൽ 10+2 ലെവലിൽ മാർക്ക് ഉണ്ടായിരിക്കണം, 50% മാർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഗ്രാജുവേഷൻ വിത്ത് എ മിനിമം ഓഫ് 60%, ഗ്രാജുവേഷന് 60% മാർക്ക് ഉണ്ടായിരിക്കുകയും വേണം ഫ്ലൈയിങ് ബ്രാഞ്ചിനാണെങ്കിൽ. അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ചിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് അടുത്തത് ടെക്നിക്കൽ, അതുകൊണ്ടാണ് ഇത് കാണിച്ചിട്ടൊന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഉണ്ട്. അതിൽ ടെക്നിക്കലാണെങ്കിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 50% മാർക്സ് ഈ പറഞ്ഞ പോലെ ഫിസിക്സിലും മാത്സിലും 10+2 ലെവലിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഗ്രാജുവേഷൻ വിത്ത് എ മിനിമം ഓഫ് 60% എന്നുള്ളതാണ്. 60% മാർക്ക് ഗ്രാജുവേഷന് ഉണ്ടായിരിക്കണം. ഗ്രൗണ്ട് ഡ്യൂട്ടിയുടെ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചസ് ആണെങ്കിൽ ഗ്രാജുവേറ്റ്സ് ഡിഗ്രി, ഏത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഡിഗ്രിയെങ്കിലും ആയാൽ മതിയാവും. അതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നിന്നായിരിക്കണം. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ് വേക്കൻസീസ് വരുന്നത്. അതിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണെന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബിഗിനിങ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 2 ഡിസംബറിൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്തു. 2 ഡിസംബറിലാണ്. ഇപ്പം ഓൾറെഡി 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ഡിസംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബറാണ്. ഈ മാസം അവസാനം വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് 7 ഫെബ്രുവരി 2025 വരുന്നത്. എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് 22 ആൻഡ് 23 ആണ് ഫെബ്രുവരി, അതായത് അടുത്ത വർഷം 2025 22 23 ആയിരിക്കും എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. റിസൾട്ട് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മാർച്ച് 2025 ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യും. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്, അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. 31 ഡിസംബറിന് അത് ക്ലോസ് ചെയ്യും. ഈ പറഞ്ഞ ഡേറ്റ്സ് ഓർത്ത് വെച്ചേക്കുക. എക്സാം ഡേറ്റ് ഫെബ്രുവരി 2025 22 23 ആയിരിക്കും. റിസൾട്ട് മാർച്ചിൽ വരികയും ചെയ്യും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അതിലൊന്ന് ഓർത്ത് വെച്ചേക്കണം. ആൻഡ് പിന്നെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് അതും കൂടെ നമുക്ക് പറയാം. ഇതിനകത്ത് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. ACTയുടെ സബ്ജക്ട് ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളായിരിക്കും. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കുക. എക്സാം ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിലബസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. ഹൗ ടു പ്രിപ്പയർ ഫോർ ദിസ് എക്സാം എന്നുള്ളത്. ആൻഡ് ബേസിക് ആയിട്ട് എന്തൊക്കെ സിലബസ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സബ്ജക്ട്സ് ഒന്ന് പറഞ്ഞു, സിലബസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.